ഈ കൊലപാതകത്തിന്റെ പേരിൽ, രാഷ്ട്രീയ അക്രമത്തിന്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ കുറെ അവന്മാര് നല്ല കോടീശ്വരന്മാരായിട്ടുണ്ട്. നിങ്ങൾ നന്നായി മനസ്സിലായിക്കോ. ഈ ചുറ്റുപാടിന് അത്ര, ഈ കോടതിയുടെ പരിസരത്ത് തന്നെ എത്ര പേര് മരിച്ചു വീണിട്ടുണ്ട്, എത്ര പേരെ കൊന്ന് നശിപ്പിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? നമുക്ക് മനുഷ്യനായി ജീവിക്കാൻ കിട്ടിയ നല്ല അവസരങ്ങളെ ദുരുപയോഗം ചെയ്തു. ഈ ഒരു 10 കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ എത്ര പേര് ഈ ബോംബ് ഉണ്ടാക്കുമ്പോൾ പൊട്ടി മരിച്ചിട്ടുണ്ട്, പൊട്ടി പരിക്കേറ്റിട്ടുണ്ട്. ഈ ചുറ്റുപാടിന് അത്ര, ഈ കോടതിയുടെ പരിസരത്ത് തന്നെ എത്ര പേര് മരിച്ചു വീണിട്ടുണ്ട്, എത്ര പേരെ കൊന്ന് നശിപ്പിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? എന്താണ് അതിന്റെ ഗുണം? ആർക്കാണ് ഗുണം? നാടിന് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? നാട് നശിച്ചു പോയതല്ലേ, കുടുംബങ്ങൾ നശിച്ചു പോയതല്ലേ. എത്ര കരച്ചിലുകൾ കണ്ടിരിക്കുന്നു, കണ്ണീര്. ഒരു കുടുംബത്തിലെ, ഒരു കുടുംബത്തിലെ ആരും അവശേഷിക്കാത്ത അവസ്ഥ വന്നു. എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നത്? കുറെ കോമാളികൾ. ഇത് തിരിച്ചറിയേണ്ട കാര്യമുണ്ട് കേട്ടോ. കുറെ അവന്മാർ ഇതിനകത്തെല്ലാം പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മനസ്സിലായിട്ടോ? അറിയാവുന്ന കാര്യമാണ് പറയുന്നത്. ഈ കൊലപാതകത്തിന്റെ പേരിൽ, രാഷ്ട്രീയ അക്രമത്തിന്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ കുറെ അവന്മാര് നല്ല കോടീശ്വരന്മാരായിട്ടുണ്ട്. നിങ്ങൾ നന്നായി മനസ്സിലായിക്കോ. അവരുടെ എല്ലാം ലക്ഷ്യം പൈസ ഉണ്ടാക്കലായിരുന്നു. അല്ലാണ്ട് രാഷ്ട്രീയ പ്രവർത്തനം, ഇഷ്ടമുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. EMS നടത്തിയിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല നേതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. അവരാരും ഈ തോന്നിവാസങ്ങൾക്കൊന്നും കൂട്ടു നിൽക്കുകയോ അതിനെ പ്രേരിപ്പിക്കുകയോ ചെയ്തവരല്ല. അവരാരും ചെറുത്ത് നിന്നിട്ടുണ്ട്. അത് ശരിയാണ്. ചിലപ്പോൾ നമുക്ക് ചെറുത്ത് നിൽക്കേണ്ടി വരും. ചെറുത്ത് നിൽപ്പ് ഒരു നാടിന് ആവശ്യമാണ് എങ്കിൽ അത് ചെയ്യാം. അതിനകത്തൊരു പാവവുമില്ല. പക്ഷെ ഇതെന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? സ്വന്തം ഒരു പരിചയമില്ലാത്തവനെ പോയി വെട്ടിക്കൊല്ലാനായിട്ട് എന്തു മാനസികാവസ്ഥയാണോ ഈ വൃത്തികെട്ടവന്മാർക്ക് ഉണ്ടാവുക എനിക്കറിയത്തില്ല. ഒരു പരിചയമില്ലാത്തവനെ പോയി വെട്ടിക്കൊല്ലാൻ വേണ്ടി ഇറങ്ങി പൊറുപ്പെടുന്നവന്മാര് എന്തും മനുഷ്യനാണ്. അവസാനിച്ചതിൽ സന്തോഷം.